ഹായ് ഫ്രണ്ട്സ്, ദീപ ഡെല്ലി ഡയറിയുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതമുണ്ട്. ഇവിടെ നമുക്കൊരു കുഴക്കട്ട ഉണ്ടാക്കാം. അതിനായി ഞാനിവിടെ 2 കപ്പോളം മട്ടേരി എടുക്കുന്നുണ്ട്. 2-3 മണിക്കൂറെങ്കിലും നമുക്ക് ചുരുങ്ങിയത് കുതിർത്തി ഇടണം. ഇത് ഞാൻ രാത്രി ആയതുകൊണ്ട് മിഡ്നൈറ്റ് മുഴുവൻ ഇടുന്നുണ്ട്. ഇനി ഈ അരി നമുക്ക് 3-4 തവണ റണ്ണിങ് വാട്ടറിൽ കഴുകിയെടുക്കാം. 3-4 തവണ നല്ലതുപോലെ കഴുകിയതിന് ശേഷം നമുക്ക് നല്ല വെള്ളം ഒഴിച്ച് രാത്രി കുതിർത്തി വയ്ക്കാം. അരി ഇപ്പം നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയിലിട്ട് തരി പിഴുന്ന് അരച്ചെടുക്കാം. ഒരുപാട് അരയേണ്ട കാര്യമൊന്നുമില്ല. ഈ പരുവ് അരഞ്ഞാൽ മതി. എല്ലാ അരിയും നമുക്ക് അതുപോലെ തന്നെ അരച്ചെടുക്കാം. എല്ലാ അരിയും ഞാൻ ഒരുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൈകൊണ്ട് തന്നെ ഇളക്കി യോജിപ്പിക്കാം. ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു കടായി വെച്ച് കിണ്ടി എടുക്കണം. അതിനായി ഞാൻ അടി കട്ടിയുള്ളൊരു കടായി വയ്ക്കുന്നുണ്ട്. ഇനി വറവാണ് നമുക്ക് ഇടേണ്ടത്. ഇതിലോട്ട് കടായി ചൂടായി വരുമ്പോൾ ഞാൻ ഇവിടെ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 2-3 സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് നമുക്ക് വേണ്ടത്, പക്ഷേ ഞാനിവിടെ റിഫൈൻഡ് ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. ഓയിൽ ചൂടായി വരുമ്പോൾ ഇനി നമുക്ക് വേണ്ടത് കടുകും മുളകും, അതുപോലെ ഉഴുന്നുപരിപ്പ്, കടലപ്പരിപ്പ്, കരുവേപ്പിൻ്റെ ഇല ഉണ്ടെങ്കിൽ അതും ഇടാം, പച്ചമുളക് എന്നിവയാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ആദ്യം തന്നെ കടുകിട്ട് പൊട്ടിക്കാം. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം നമുക്ക് വറ്റൽമുളക് കൂടി ഇട്ടാം. ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഞാൻ ചെറു തീയിൽ വെച്ചിട്ടാണ് ഇളക്കി മിക്സ് ചെയ്യുന്നത്. ഒരുവിധം ഇങ്ങനെ കളറ് ചേഞ്ച് ആകുമ്പോൾ നമുക്ക് ഉഴുന്നുപരിപ്പ് കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിലോട്ട് ഉഴുന്നുപരിപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. നല്ലൊരു മണം കിട്ടും കുഴക്കട്ടയ്ക്ക്. അതിനുശേഷം നമുക്ക് കരുവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ കരുവേപ്പിൻ്റെ ഇല ഇല്ല. ഞാനതുകൊണ്ട് തന്നെ ചെറുതായി മുറിച്ച 2-3 പച്ചമുളക് കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരി കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നല്ലതുപോലെ കിണ്ടി യോജിപ്പിക്കാം. വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റണം. നല്ലതുപോലെ വെള്ളം വറ്റിയതിന് ശേഷം 1 കപ്പ് തേങ്ങ ചിരവിയത് കൂടെ ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഓഫ് ചെയ്യാം. ചീഞ്ചട്ടി തന്നെ വെക്കാതെ നമുക്ക് ഈ പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ മാവ് ഒരുപാട് ഡ്രൈ ആയി പോകും. ഇനി നമുക്കിതുപോലൊരു ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ച് അതിലാവശ്യത്തിന് വെള്ളം ഒഴിക്കാം. നമ്മൾ ഉണ്ടാക്കുന്നത് കുഴക്കട്ടയാണല്ലോ. ഇതുപോലെ ഉരുട്ടി ഓരോ ഉരുളകളായിട്ട് നമുക്ക് ഇഡ്ഡലി തട്ടിലോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് സ്റ്റീം ചെയ്തെടുക്കാം. ഞാൻ നീളത്തിലാണ് ഇവിടെ ഉരുട്ടുന്നത്. ഒരുപാട് അങ്ങോട്ട് പ്രസ് ചെയ്ത് ഉരുട്ടേണ്ട കാര്യമൊന്നുമില്ല. ഇഡ്ഡലി പാത്രത്തിലെ വെള്ളം നല്ലതുപോലെ തിള വരാൻ തുടങ്ങി. ഇനി നമുക്ക് ഉരുട്ടി വെച്ച കുഴക്കട്ട അതിലോട്ട് വെച്ച് കൊടുക്കാം. 15-20 മിനിറ്റോളം നമുക്കിത് വേവിച്ചെടുക്കണം. എല്ലാ ഉരുളകളും പോവാത്ത കാരണം ഞാൻ പ്ലേറ്റിൽ സെപ്പറേറ്റ് മാറ്റി വെച്ചാണ്. അതുകൂടെ നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. എല്ലാവരും തീർച്ചയായും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. എല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് 20 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം. 20 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇതുപോലെ ഒരു കത്തി ഉപയോഗിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് അടച്ച് വയ്ക്കാം. ഇനിയെല്ലാം നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. തീർച്ചയായും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചാനൽ ഇഷ്ടമാക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ.